അസ്സലാമലൈക്കും. അപ്പം മക്കളെ ഇതാ വന്നിട്ടുണ്ട് പുതിയൊരു ഐറ്റംസ് കേട്ടോ. ഞാൻ തുടങ്ങിയതല്ല കേട്ടോ. ആദ്യം തന്നെ അത് പറയണത് എന്തിനാണ് അറിയാം. അല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. പൊന്നാര മളയെ ഇഞ്ഞിജ് ഇതും തുടങ്ങിയോന്ന് ഇങ്ങോട്ട് പറയണീനാണ് ഞാൻ ആദ്യം തന്നെ എഞ്ചതല്ല എന്ന് പറയട്ടോ. ഇത് നമ്മളെ അമ്മായിൻ്റെ മകള് ഒരു 8-10 കൊല്ലമായിട്ട് ഓള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് ഒരുപാട് സെയിലും കച്ചവടവും തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിരിക്കണം. ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്, റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട്, കടാൾക്കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മക്കളെ ഞാനൊരു അച്ചാർ നുണച്ചാണെങ്കിൽ ഈ തൊള്ളിയിൽ ഇങ്ങനെ വെള്ളം പൊടിയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ എന്താ രസം എന്നറിയോ. ഇതേ വൈറ്റ് നാരങ്ങ കേട്ടോ. ഇത് എരിവും പുളിയും പറ്റാത്തവർക്കും അതേപോലെ തന്നെ അച്ചാർ തിന്ന ഒരു പള്ളി ചുട്ടത്തിലുള്ളവർക്കും അത് ബെസ്റ്റാണ് കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ വന്നാണ് എല്ലാവരും. കുഞ്ഞാവിൻ്റെ ഫ്രണ്ട്സ് മൊത്തം വന്നിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഉപ്പുണ്ടാക്കാൻ തികയോന്ന് അറിയില്ല. ഏതായാലും ഞങ്ങളൊന്ന് നോക്കിയിട്ട് പറയാം. റേഷനരിൻ്റെ ചോറിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഉപ്പിട്ട് കുഴച്ച് ഈ ഒരു അച്ചാറും കൂട്ടിയാണ് തിന്നണ്ടല്ലോ മക്കളെ. വേറെ ഒരു കൂട്ടാനും വേണ്ട കേട്ടോ. ഹോസ്റ്റലിൽ പഠിച്ചിന കുട്ടികൾക്കൊക്കെ വീട്ടിലത്തെ മീൻ ചമ്മന്തി അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളിയും. കാരണം എന്താ വെച്ചാൽ മീനച്ചാറുണ്ട്, ബീഫ് അച്ചാറുണ്ട്, വെറൈറ്റി അച്ചാറുണ്ട് കേട്ടോ. ഹോസ്റ്റൽ പഠിച്ചിട്ട് കുട്ടികൾ മാത്രം കണക്കാക്കണ്ട, ഗൾഫിലെ പ്രവാസികൾക്കും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എല്ലാ പ്രസവത്തിനുണ്ടോലോ കല്യാണോ തക്കാരോ ഇങ്ങക്ക് എത്ര കിലോനാ വേണമെന്ന് വെച്ചാൽ ഈ വാട്സപ്പ് നമ്പറിൽ പറഞ്ഞാൽ മതി. അപ്പോൾ വീട്ടിലേക്ക് ഓർഡർ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, കൊറിയർ ഓഫീസ്ക്ക് വേണമെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. നല്ല രസമാണ്. നിങ്ങളൊന്ന് വാങ്ങി തിന്നു നോക്കിയാൽ പിന്നെ അത് വാങ്ങണം ഇങ്ങനെ നിങ്ങൾക്ക് തോന്നും.